നീ എവിടെ പോണു? അമ്പലത്തില്. ഒറ്റയ്ക്കാ? അല്ല, രാമേട്ടൻ വരും. രാമേട്ടാ, രാമേട്ടാ. ഓ വാ. എന്തൊരു കഷ്ടം ഇത്. പെണ്ണുങ്ങൾക്ക് ഇല്ലാത്ത ഒരുക്കാണല്ലോ. പെണ്ണുങ്ങൾക്കില്ലാത്ത ഒരുക്കാണല്ലോ. നീ രാവിലെ പോണെങ്കിൽ നീ ചേട്ടത്തി പിള്ളേരെല്ലാം വിളിച്ചോണ്ട് പോയാ പോരി. നിനക്ക് കൂടെ പോയത് ഞാൻ ചുമ്മാ ഇരിക്കല്ലോ ഇവിടെ. അണ്ണാ ഈ രാവിലെ എണീറ്റുള്ള പരിപാടി എന്നെ കൊണ്ട് വെച്ചിട്ടുണ്ടോ? നീ കൂടുതലൊന്നും പറയണ്ട, അവളുടെ കൂടെ പോ. ഇനി അവളോട് എല്ലായിടത്തും പോകണ്ട നീയല്ലേ? എടാ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലേ ഇതൊക്കെ ഒരു കടമയാണ് ഭർത്താവിന്റെ. അമ്പലത്തിലും മാർക്കറ്റിലും കടയിലും ഒക്കെ പോണെങ്കിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ അതിനൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. ഇപ്പൊ എവിടെ പോണു? അമ്പലത്തില്. അമ്പലത്തിൽ പോണോ? എന്റെ അടുത്ത് പറഞ്ഞിട്ടെങ്കിൽ ഞാനും കൂടി വരുമായിരുന്നു. എന്തിന്? എനിക്ക് എന്റെ രാമേട്ടനുണ്ടല്ലോ അല്ലേ? ഓ, രാമേട്ടൻ ഉള്ളപ്പോ നമ്മളൊന്നും വേണ്ടല്ലോ. അങ്ങനെ ഇന്ന് കുറുകാതെ പോയിക്കോ പിള്ളേരി പ്രാക്കള്. മണി, രണ്ടും നല്ല ചേർച്ചയല്ലേ? പിന്നെ അവൻ നല്ല ചെറുക്കനല്ലേ, അവളെ പൊന്നു പോലെ നോക്കുന്നുണ്ട്. മണി, ഒരു കാര്യം പറയട്ടെ, ഇനി ഇത് വെച്ച് താമസിപ്പിക്കില്ല. എത്രയും പെട്ടെന്ന് ഇവരെ കല്യാണം നടത്തണം. ഞാനിത് പറയാതിരിക്കായിരുന്നു, എന്തിനു വെച്ച് നീട്ടണത്. അമ്മയൊന്ന് വിളിച്ചിട്ടേ മണിക്കുട്ടനെ നിന്റെ അച്ഛനെയൊക്കെ ഒന്ന് അറിയിപ്പിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് നടത്തണം. നല്ല ജോഡി. അയ്യോ, അടുപ്പത്ത് ദോശ വെച്ചിട്ടാ വന്ന് കരിഞ്ഞാണ്. പോയിട്ടെ പതുക്കെ ശ്രദ്ധിച്ചു. ഓ, കൈയും കാലും ഒക്കെ അവിടെ എവിടെയെങ്കിലും കയറി തട്ടും. മണി, അയ്യോ കരിഞ്ഞില്ല. ഇതെന്തോന്ന് ദോശ ഇത്? സാധാരണ അരയ്ക്കും പോലെ അരച്ചാണല്ലോ, പക്ഷെ മാവ് കോളായിപ്പോയി. നീ എല്ലാണും കൂടെ എന്നെ കുറ്റം പറയും. അയ്യോ അമ്മ, അയ്യോ ദാ വരും. ഓ തൊട്ടരുത്. നല്ല സമയമാകുമ്പോ കഴിക്കാനുള്ള സമയമാകുമ്പോ വരാം. ചട്നി കടുവർത്തില്ല, കടുവർത്തിട്ട് വെച്ചാൽ മതി. അത് പിന്നെ പിന്നെ കഴിക്കാലോ. ഇത് പോരാ പഞ്ചസാര കൂട്ടി കഴിക്കാം. വന്നിട്ട് കൈ പോലും കഴുകാതെ പാത്രത്തിൽ കയറി തൊടും. എന്തൊന്ന് പിള്ളേരിത്. കഴിച്ചോ വരുത്. കഴിച്ചിട്ട് കുറ്റം പറയും നീയൊക്കെ. എനിക്കത് കേക്കണ്ട. വരെയൊക്കെ എല്ലാം കഴിഞ്ഞ് സെറ്റായിട്ട് കഴിച്ചാൽ മതി. എന്തോന്നാ ഭീഷണിയുടെ സ്വരമാണല്ലോ മണിക്കുട്ടി. ഞാൻ ഭീഷണിപ്പെടുത്തിയില്ല, ഇനി ഞാൻ ശരിക്കും ഭീഷണിപ്പെടുത്താണ്. കഴിച്ചിട്ട് കുറ്റം വല്ലതും പറയുന്നുണ്ടെങ്കിൽ ശരിക്കും ഞാനിത് പഴിപ്പിച്ചു വെച്ചേരും. അതെ, ഞങ്ങൾ ഉള്ളതുപോലെ പറയും. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, കൊള്ളൂലെങ്കിൽ കൊള്ളൂലെന്ന് പറയും. അല്ലേ വെങ്കി? പിന്നെ അമ്മ, അമ്മ സൂപ്പർ ദോശ അമ്മ. കിടില അമ്മ, അടിപൊളി. എന്റെ അമ്മയും ക്രിസ്പി, എന്ത് ടേസ്റ്റ്. അമ്മ ഉണ്ടാക്കുന്ന ദോശയിൽ വെച്ച് ഇതാണ് വൺ ഓഫ് ദ ബെസ്റ്റ്. ഓ ശരിക്കും താങ്ക് യു. വെൽക്കം വെൽക്കം. കുറച്ചും കഴിച്ചോ. ചമ്മന്തി വേണ്ട, ഒന്നും വേണ്ട അല്ലേ? ഒന്നും വേണ്ട. പഞ്ചസാരയൊക്കെ എന്തിന്? ഇവളുമാർക്ക് നല്ല ദോശ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മനുഷ്യനെ ഇവിടെ കിടന്ന് കുറ്റം പറയും. അതേപോലെ മോശം ദോശ ഉണ്ടാക്കിയപ്പോൾ ഹായ് കൊള്ളാന്ന് പറഞ്ഞിരുന്ന് കഴിക്കണം. ഇതാണ് ടെക്നിക്ക്. അപ്പൊ ഇനി മോശം ദോശ ഉണ്ടാക്കി കൊടുക്കാം. ഇവളുമാരെ വലിച്ചു വാരി തിന്നു. എന്താ ചിരിക്കണേ? മക്കള് കഴി. എന്റെ ജിന്നു, അവസാനം അമ്പലത്തെങ്കിലും നമുക്ക് ഒരുമിച്ച് ഒറ്റയ്ക്ക് വരാൻ പറ്റിയല്ലോ. ചിലപ്പോ വരും രവിയണ്ണ. ഇപ്പൊ നിനക്ക് തമാശ. ഹലോ മനോജേ, എന്തുണ്ട് വിശേഷം? പറയൂ, കുറെ നാളായല്ലോ. ഓഹോ, പോയോ? നീ തിരിച്ചു പോയാലും അറിഞ്ഞില്ല കേട്ടോ ഞാൻ. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? കല്യാണോ? അല്ല, ചിന്നുവിന്റെ കല്യാണ കാര്യം ഞങ്ങളങ്ങ് ഉറപ്പിച്ചു. എടാ, രാമൻ ഉണ്ണിയേ, ഉണ്ണിമാവിന്റെ മകൻ. അതെ, രാമൻ. റാം. അവനവിടെ ദുബായിലല്ലേ? അവനിപ്പോ അവിടെ നല്ല നിലയിലൊക്കെയാണല്ലോ. എടാ, രാമനുണ്ണി. അതെ, നിനക്കറിയാമോ? എന്താ? അല്ല, അവനവിടെ നല്ല ബിസിനസ് ഒക്കെ ഉണ്ടെന്നുള്ള. അതെയോ?
ഉറപ്പാണോ? എടാ അല്ല, അവൻ നല്ല നല്ല സെറ്റപ്പിലാണെന്നുള്ളതാണ് ഇവിടെ വന്നപ്പോഴും കാറും വണ്ടിയും നല്ല ബിസിനസ് സെയിൽസ്മാൻ. ആ എടാ ഉറപ്പാണോ? ആ നീ ഇപ്പോഴും വിളിച്ച് പറഞ്ഞത് നന്നായി കേട്ടോ. എടാ ഞാനേ നിന്നെ വിളിക്കാം, പിന്നീട് വിളിക്കാം. ആ ശരി, ഞാൻ വിളിക്കാം. എനിക്കറിയാം അവന്റെ കള്ളത്തിന് അവനെ വിട്ടു പോവില്ല. എന്റെ മനസ്സ് പറഞ്ഞാണ് അന്നേ. അവ ശരിയാവൂല. മണി മണി ആ മണി, ആ ഞാൻ അന്നേ പറഞ്ഞതാണ് മണി, അവൻ കള്ളനാണ്, അവൻ പറ്റിക്കുന്നവനാണെന്ന്. അപ്പൊ നിങ്ങൾ ആരും സമ്മതിച്ചില്ല, നിങ്ങൾ എല്ലാരും കൂടെ അവനെ സപ്പോർട്ട് ചെയ്തു. ആര് കള്ളനെന്ന്? എടി രാമനുണ്ണി. രാമങ്ങളിൽ എന്താ പറ്റിയേ? രാമങ്കലിനൊന്നും പറ്റിയില്ല, പറ്റിയത് നമുക്കാണ് മണി. അച്ഛാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ച് പറ. എടി അവൻ അവിടെ ദുബായിൽ ആരെന്നാ പറഞ്ഞത്? അത് പിന്നെ അറബിര വലങ്കൈ അല്ല വലങ്കൈ. വലങ്കൈ. എടി അവന് ദുബായിൽ ഒരു ജോലിയില്ല, ജോലിയും കൂലിയില്ല, നിന്നിട്ട് അവൻ കുത്തുപാളെടുത്ത് നടക്കുകയായിരുന്നു. തെണ്ടി തിരിഞ്ഞ് നടക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ അവന് ടിക്കറ്റ് എടുത്ത് കൊടുത്ത് ഇങ്ങോട്ട് കയറ്റി വിട്ടിരിക്കുകയാണ്. രവിയേട്ടൻ ആര് പറഞ്ഞത്? എടി നമ്മുടെ കിഴക്കലെ മനോജില്ലേ, മനോജ് ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. അവൻ ചിന്നുവിന് ഒരു കല്യാണ ആലോചനയായിട്ടാണ് വിളിച്ചത്. മുമ്പ് ഞാൻ അവനോട് പറഞ്ഞിരുന്നു നല്ല കേസ് പറഞ്ഞെങ്കിൽ പറയണേന്ന്. അങ്ങനെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു രാമനുമായിട്ട് കല്യാണം ഉറപ്പിച്ചെന്ന്. അപ്പോഴാണ് ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞത്. എന്റെ ഭഗവാനെ, അപ്പോഴേ അവന്റെ മറ്റേ വലിയ കാറും ബൈക്കും കണ്ടപടച്ചാത്ത സാധനങ്ങളൊക്കെയാ. മണി, ഇത്രയും വലിയ കള്ളത്തരം കാണിക്കുന്നവന്, ഈ തട്ടിപ്പ് നടത്തുന്നവന് ഒരു കാറും ബൈക്കും ഒക്കെ വലിയ കാര്യമാണോ? ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, എന്തായാലും ഇനി ഈ കല്യാണം നടത്തൂല. ഞാൻ എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ നടത്തൂല മണി. അച്ഛാ ഒന്നുകൂടെ ആലോചിച്ചൊക്കെ പറഞ്ഞാ പോരെ ഇങ്ങനെയൊക്കെ? എന്തോന്നാലോചിക്കാൻ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, നടത്തുന്ന പ്രശ്നമില്ല. അച്ഛാ ഫൈനലായിട്ട് തീരുമാനിച്ചു. ഒരു ഗതിയും പരഗതിയില്ലാത്തവന്റെ എന്റെ പെങ്ങളെ പിടിച്ചു കൊടുക്കണോ? ഞാൻ സമ്മതിക്കൂല. അച്ഛാ അച്ഛാ അച്ഛൻ പോയി. അച്ഛൻ തീരുമാനം എടുത്തു കഴിഞ്ഞാലേ തീരുമാനം എടുത്തത് തന്നെയാണ്. ഇനി അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. എന്നാലും അവൻ ഇത്രയും വലിയ ഫ്രോഡായി പോയല്ലോ. ദൈവമേ, ആ കൊച്ചു രക്ഷപ്പെട്ട്. കല്യാണത്തിന് മുന്നേ അറിഞ്ഞത് അവളുടെ ഭാഗ്യം. എനിക്ക് വയ്യ, ഞാൻ പോട്ട്. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യൂടി? ഈശ്വര, എല്ലാം കൈവിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. എന്ത് ചെയ്യും? ഡി നീ ഒരു കാര്യം ചെയ്യ്, രാമങ്ങളിനെ വിളി. അപ്പൊ അങ്കിൾ എന്തെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ പറയും. അതായിരിക്കും നല്ലത്. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂല. നീ വാ. അമ്പലത്തിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് പോകാൻ പാടില്ല. ഇരിക്കണം. ആ കുറച്ചു നേരം ഇരിക്കണം. ഇത് വെച്ചേട്ടെ. വേണ്ട, വെക്കേണ്ടി വരും ഇങ്ങനെ പോയാ. എന്തായടി? എന്ത് കിട്ടണില്ലേ? എടുക്കണില്ല. ഒന്നുകൂടി ട്രൈ ചെയ്യ്. നോക്കട്ടെ. നല്ല പങ്കൈ. ഹലോ ഹലോ. ആ പറടി. ഹലോ അങ്കിളെ, അങ്കിൾ എവിടെയാ? ആ നമ്മള് അമ്പലത്തിലോട്ട് വന്നത്. ഞങ്ങളെന്ന് പറയുമ്പം ഞാനും ചിന്നു. അപ്പച്ചി ഉണ്ടോ കൂടെ? ഉണ്ട്. കൊള്ളാം അങ്കിളെ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള അവസാനത്തെ അമ്പലത്തിൽ പോക്കായിരിക്കും കേട്ടോ ഇത്. നീ പാടി ഇവിടെ അങ്ങോട്ട്, നമ്മൾ ഇനി സ്ഥിരമായിട്ട് പോകും. അങ്കിൾ ഇവിടെ മൊത്തം കുളമാണ് അങ്കിളെ. അങ്കിളെ ഞാൻ സീരിയസ് ആണ്, ഞാൻ തമാശ പറയണേ അല്ല. സീരിയസാ? എന്ത് കാര്യം? അങ്കിൾ അച്ഛൻ എല്ലാം അറിഞ്ഞ്. എന്തോന്ന്? ഓ അങ്കിള് ഗൾഫിൽ നിന്നുള്ള പണിയും പോയി പാപ്പരായിട്ടിരിക്കുവാണെന്ന് അച്ഛൻ അറിഞ്ഞു. സബാഷ്. എടി പങ്ക, നീ ഇങ്ങനെ കിടന്നു, നീ കൂവി, നീ എല്ലാരും അറിയിക്കാ നീ കിടന്ന്. ഇവിടെ ഇനി ആരും അറിയാനൊന്നും ഇല്ല, ഇവിടെ എല്ലാരും അറിഞ്ഞു. അവിടെ അണ്ണ അറിഞ്ഞു, ഗൾഫിലെ കാര്യം അറിഞ്ഞു. എല്ലാരും അറിഞ്ഞ? അമ്മ അറിഞ്ഞ, അമ്മ സപ്പോർട്ടാണ് അച്ഛന്. ചേട്ടത്തി സപ്പോർട്ടാ?
അവസാനം ഒരു പ്രതീക്ഷ ചേട്ടത്തി സപ്പോർട്ടാണല്ലേ? ആര് നമുക്ക് സപ്പോർട്ടാ അവർക്ക് സപ്പോർട്ടാ? അച്ഛന് സപ്പോർട്ടെന്ന്. ആര് ഗൾഫിൽ നിന്ന് വിളിച്ചു? നിന്റെ തലയിൽ ഒന്നും തോന്നണില്ലടി പങ്കി. എനിക്ക് ഒരു ബുദ്ധിയും പറഞ്ഞില്ല അങ്കിളെ. ടെൻഷൻ അടിച്ചിട്ട് എനിക്ക് ഒന്നും പറഞ്ഞില്ല. ടെൻഷൻ അടിച്ചിട്ട് കാര്യമുണ്ടോ? ഇനിയിപ്പം നമ്മൾ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചിട്ടല്ലേ കാര്യം. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നിനക്ക് അവസാന സമയത്ത് ഇത് മാത്രമേ നിനക്ക് എൻ്റെ അടുത്ത് പറയാനുള്ളൂ അല്ലേ? ഞാൻ ഇനിയിപ്പോ എന്ത് കേട്ടു ഞാൻ? ഇനി കല്യാണം നടക്കുന്നൊന്നും എനിക്ക് തോന്നല്ലോ കേട്ടോ. എന്തേ നീ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞാടി. നീ ഇങ്ങനെ നീ ഇങ്ങനെ ഒരു അവസരത്തിൽ നീ വെച്ചിട്ട് ഇല്ല, എനിക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയൂടെ. നിങ്ങൾ എന്തെങ്കിലും ചെയ്. ഞാൻ വയ്ക്കുവാണേ. അച്ഛനെങ്ങാനും നിങ്ങളെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. ഹലോ വെക്കാൻ ഓക്കെ അങ്കിളെ. ഹലോ മക്കളെ, എനിക്ക് അറിഞ്ഞൂടെ. ആ പെണ്ണ് വെച്ചിട്ട് അങ്ങ് പോവുകയും ചെയ്തല്ലോ. രവേണ്ണ എപ്പം വിളിച്ച അമ്മയെ പറയും. നടക്കൂല രാമേട്ട, ഇത് എന്തോന്ന് കല്യാണം നടക്കൂല. പിന്നെ നീ പറഞ്ഞാ മതിയോ? വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ അമ്മയുടെ അടുത്ത്? അതിന് അമ്മ ഇപ്പൊ വരും ഇപ്പൊ വീട്ടില്. ഞാൻ ഒരു കാര്യം പറയട്ടെ. അവർക്ക് കല്യാണം നടക്കണത് തടയാൻ പറ്റും. ഓൾറെഡി നടന്ന കല്യാണത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന് കല്യാണം നടന്നില്ലല്ലോ. ഇപ്പം നടക്കും. എപ്പം? ഇപ്പം ഇപ്പൊ ഇപ്പൊ എങ്ങനെ കല്യാണം നടക്കും? വേഗം നടക്കും. നമ്മൾ വിചാരിച്ച നടക്കാത്ത കാര്യമുണ്ട്? ഒന്നുമില്ല. അതൊക്കെ ഉണ്ട്. നിനക്ക് ഞാൻ ഒരു സർപ്രൈസ് കാണിച്ചു. ഏതായാലും ഇത്ര ആയില്ലേ? ഇറങ്ങി പാടാ കുട്ട. ഇതായത് കണ്ട. എനിക്ക് അല്ലെങ്കിലും അറിയാം ഇത് അവതാരം ഇങ്ങനെയൊക്കെ തന്നെ ആവുള്ളൂ. ഇപ്പൊ കല്യാണം നടത്താൻ പറ്റൂല. ഇപ്പൊ കല്യാണം നടത്തണ്ട. കല്യാണം നടന്നോളൂ. നീ ഇങ്ങോട്ട് പാടി. നീ ഇങ്ങോട്ട്. കുറെ സ്വപ്നം ഉണ്ടായിരുന്നു. സ്വപ്നോ? മാലേ? പൂവ് നിറയെ പൂവ്. അത് ഇന്ന് രാത്രി ഉറങ്ങി അത് വീണ്ടും സ്വപ്നം കാണാം. നീ ഇപ്പൊ കാര്യം നടക്കണം. നീ ഇങ്ങോട്ട് എണീച്ചു വാ. കണ്ട സാധനം എങ്ങനെ ഉണ്ട്? വാ, പരിപാടികളുണ്ട്. ശരിക്കും? പിന്നല്ല, ശരിക്കും. നമുക്കൊരു പ്ലാൻ ഉണ്ട്. വാ, പറഞ്ഞുതരാം. ആര് വിളിച്ച് പറഞ്ഞ രാമേട്ട ഇപ്പൊ? യാദവൻ നല്ലവനായ ഉണ്ണിയാണോ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നിനക്ക് പേടിയുണ്ടോ? പേടിയില്ലേ? എനിക്ക് പേടിയൊക്കെ ഉണ്ട്. എന്നാലും അങ്ങനെ അല്ലല്ലോ. കേട്ടാ? അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഇവിടെ ഒന്ന് അറിഞ്ഞ് പ്രാർത്ഥിച്ചോ. എല്ലാം മാറാനും എല്ലാം ശരിയാവണേന്ന്. പറഞ്ഞു കല്യാണം കഴിക്കാൻ പോണോ? പറഞ്ഞു. കേട്ടാ ചിന്നു? നീ എന്തെങ്കിലും ഒന്ന് പറ. ഇനി നീ ഒന്നും പറയണ്ട. ഞാൻ കെട്ടാണ്. ഇട് അല്ലെങ്കിൽ ഓക്കെ അല്ലേ? ഇങ്ങോട്ട് വാങ്ങണ്ടേ പറഞ്ഞേ. ഓക്കെ അല്ലേ? ചിന്നു, കല്യാണം കുറച്ച് പെട്ടെന്നായിപ്പോയല്ലേ? പിന്നല്ലേ. അത് പിന്നെ എൻ്റെ ആദ്യത്തെ കല്യാണം അല്ലേ. എനിക്ക് ചില എക്സ്പീരിയൻസ് കുറവുണ്ട്. ഓക്കെ ആണല്ലേ? അതാണ്. പോണ്ടേ അവിടെ? എവിടെ? ശ്വാസം വിടാൻ സമയം താടി. നിനക്ക് എവിടെ പോണം? പങ്കൻ. ഹലോ അങ്കിളെ. അങ്കിൾ എന്തുവായി? കഴിഞ്ഞു. എന്തു കഴിഞ്ഞെന്ന്? കാര്യങ്ങളൊക്കെ കഴിഞ്ഞെന്ന്.
എന്ത് കാര്യങ്ങൾ കഴിഞ്ഞു എന്ന്? കല്യാണ കാര്യം കഴിഞ്ഞെന്ന്. കല്യാണം കഴിഞ്ഞ? ഓ കല്യാണം കഴിഞ്ഞു. എന്തോ അങ്കിളെ ഈ പറയണേ? ഞാൻ തോന്നുന്ന നമ്മളെ കല്യാണം കഴിഞ്ഞെന്ന്. അങ്കിള് വേറെ തമാശ പറയില്ലേ മക്കളെ? അപ്പച്ചി ശരിക്കും കല്യാണം കഴിഞ്ഞ്. ശരിക്കും കഴിഞ്ഞ? ശരിക്കും കഴിഞ്ഞു. ദൈവമേ, ഇവിടെ അമ്പലത്തില്. ഈശ്വര, തമാശല്ലേ? ഹലോ അങ്കിളെ. അപ്പൊ ശരി, നമുക്ക് കാണാം. ഞാനും ഭാര്യയും കൂടെ അങ്ങോട്ട് വരാം. ഇങ്ങോട്ട് വരുന്നാ? ശരി, വെച്ചോ. അങ്കിളെ 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 അങ്കിൾ. പോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? പ്രാർത്ഥിച്ചല്ലേ? എന്നാ വാ. എന്തൊരു കഷ്ടാണ് ഭഗവാനെ. എനിക്ക് വേറെ പണിയുണ്ട് പിള്ളേരെ. അമ്മ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്തോ നിങ്ങളുടെ ഒരു കാര്യം എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ഞാൻ അവിടെ പോയി ബഹളം വെക്കില്ല അമ്മ, ഒരു സീരിയസ് കാര്യം പറയാനുണ്ട് എനിക്ക്. എന്തോന്ന് സീരിയസ് കാര്യം? എന്തോന്ന് അമ്മ? അപ്പച്ചി രാമംഗലം കല്യാണം കഴിച്ചമ്മ. എന്തോന്ന്? അപ്പച്ചി രാമംഗലം കല്യാണം കഴിച്ചെന്ന്. ആര് പറഞ്ഞു? അവര് അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിച്ച് എന്നെ വിളിച്ചു പറഞ്ഞു. എന്റെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. എന്റെ അമ്മ ഇതെന്തോന്ന് ചെയ്യും? അമ്മ അവരിപ്പൊ ഇങ്ങോട്ട് വരും. അമ്മ ഇങ്ങോട്ട് വരുന്ന ഈശ്വരാ. എന്തോന്ന് മണി രാവിലെ ഈശ്വരനെയൊക്കെ വിളിച്ചോണ്ടിരിക്കുന്നത്? ഈശ്വരനെ വെറുതെ വിളിച്ചത്, പ്രാർത്ഥിച്ചത്. അച്ഛനെ ഇന്ന് ബാങ്കിൽ പോണ്ടേ? ഇല്ല, ഞാൻ ഇന്ന് പോണില്ല. എന്ത്? ഇന്ന് അമ്മയൊന്ന് കാണണം, ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം. അതിന്റെ ഒന്നും കാര്യമില്ല. എടി ചിന്നുവിന്റെ കാര്യത്തില് എനിക്ക് മനസ്സിലായി. ആ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതെ, കാര്യങ്ങളൊക്കെ ഇത്രയായില്ലേ, ഇനി അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നതാണ് നല്ലത്. അത് ശരിയാണ് അച്ഛാ. സ്നേഹിക്കുന്ന മനസ്സുകൾ തമ്മിൽ പിരിക്കുന്നത് തെറ്റല്ലേ? എന്തോന്ന് തെറ്റ്? സ്നേഹം പറഞ്ഞോണ്ട് വിശപ്പടങ്ങൂല. വിശപ്പടങ്ങണമെങ്കിലേ വരുമാനം വേണം. എനിക്ക് ജോലിക്ക് പോണം. ഇത് 10 പൈസ വരുമാനം ഇല്ലാത്ത അവനെ പിടിച്ച് ചിന്നുവിനെ കൊടുക്കണോ? സ്നേഹം പറയണം, മിണ്ടി പോരുത്. അമ്മ ഇവിടെ കൊണ്ട് അവരെത്തിയമ്മ. പേടിയാ? നീ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് എന്നിട്ട് പേടിക്കുന്നത്? വീട്ടിൽ കേട്ടില്ലെങ്കിലാ? എന്നാ എന്റെ വീട്ടിൽ പോകും. ഇതിനൊരു തീരുമാനം വേണ്ടേ? അച്ഛാ പ്രശ്നം ഉണ്ടാക്കല്ലേ അച്ഛാ. അണ്ണാ അണ്ണാ അനുഗ്രഹിക്കണം. വലിയ ആളും ബഹളമൊന്നും ഇല്ലാതെ നമ്മളാ നടത്തി അണ്ണാ. നീ മുഹൂർത്തവും പൊരുത്തവും ഒന്നും നോക്കിയില്ല. മനപ്പൊരുത്തല്ലേ ഏറ്റവും വലുത്. അണ്ണ അനുഗ്രഹിക്കണം. എന്താടി അണ്ണ ഒന്നും മിണ്ടാത്തത്? അണ്ണാ അണ്ണാ അനുഗ്രഹിക്കണോന്ന്. ഞാൻ സമ്മതിക്കില്ല മണി, ഞാൻ സമ്മതിക്കില്ല. ഇനിയിപ്പോ ഞാൻ സമ്മതിക്കില്ല. ബഹളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല. എല്ലാം കഴിഞ്ഞില്ലേ? അല്ലെങ്കിൽ അണ്ണനല്ലോ സമ്മതിക്കേണ്ട, ഞാനല്ലേ? മണി, ഇവർക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നു. ഇവൾക്ക് പറഞ്ഞില്ലായിരുന്നാ? ഇവള് പറയണ്ടേ? അവൻ പോട്ട്. നീ എന്റെ കാര്യം വിട്, അമ്മയുടെ കാര്യം ഓർത്തോ. അമ്മ ഇത് അറിയുമ്പോഴോ? അമ്മ ഒരു തവണ സമ്മതിച്ചാണല്ലോ. ഇവന് ജോലിയും കൂലിയില്ല എന്നുള്ള അമ്മയ്ക്ക് അറിയുമോ? എന്റെ അടുത്ത് പറഞ്ഞു. അത് അമ്മ അറിയണ്ട. ഞാൻ പറയും. അമ്മ അടുത്ത് ഞാൻ പറയും. പറയോ? ഞാൻ പറയും. പറയോ? പറയോന്ന് പറയണ്ടേ? പറയണ്ട. പറയില്ല. നമുക്കേ നിങ്ങളെ ഒരു കാര്യം ചെയ്യും, ഞാൻ വിളക്കെടുത്തോണ്ട് വരാം. ഇനിയിപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പോയി എടുക്കും. എടുത്തോണ്ട് വരാം. അമ്മ ഞാൻ ഒരു കാര്യം പറയാം. എന്തായാലും സംഭവിച്ചു. പക്ഷെ ഇവളെ പൊന്നുപോലെ നോക്കണം. അണ്ണാ ഞാൻ നോക്കണ. ഇനി ദുബായ് കേസൊന്നും പറഞ്ഞുകൊണ്ട് നടന്നാൽ ശരിയാവൂല. മര്യാദയ്ക്ക് ഒരു ജോലി കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കോ? ഇവിടെ ജോലിക്കൊക്കെ പോണം. ഇവിടെ ഞാൻ പൊന്നുപോലെ നോക്കണ. അമ്മയാണ് സത്യം. അമ്മ നീ കയറിപ്പോ ചിന്നു. എന്നാ എനിക്കില്ല. വിളക്കെടുത്തില്ല. വിളക്കെടുത്തില്ല. വിളക്ക് മാറി അടിക്കല്ലേ? അമ്മ വരുന്ന വേവാ. മാലയൊക്കെ ഉണ്ട്. രാമ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നീ പറഞ്ഞെല്ലാം ഞാൻ വിശ്വസിച്ചു. പക്ഷേ ഇനി അതിനെതിരായിട്ട് എന്തെങ്കിലും സംഭവിച്ചാ ഒരു ഉറുമ്പിനെ പോലും നോക്കാത്ത ഞാൻ എന്തെങ്കിലും കടും കഴിച്ച് ചെയ്യും കേട്ടോ. അത് ഞാൻ ഏറ്റണ്ട. ഇവിടെ രാപ്പകൽ വ്യത്യാസത്തിലേ ഞാൻ നോക്കും. വേട്ടാ അതൊക്കെ ഇനി പിന്നെ ആദ്യം ഇനി സന്തോഷമായിട്ട് വാങ്ങിച്ചേ.
പറ്റുന്നുണ്ടോ?